ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓൾമോസ്റ്റ് ഒരു 60% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്നും കൊണ്ടുവന്നത് പറയുന്നത്. എന്ത് വേണ്ടേ ഒന്ന് ചെയ്തിട്ട് പോട്ടെ. അപ്പം നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. ഇന്നൊരു വെറൈറ്റി ടോപ്പിക്കാണ്. സംഭവം വേറൊന്നുമല്ല, പുരുഷ വേശ്യകൾ. സൂപ്പർ അല്ലേ? ഇത് ഞാനൊരു ഇന്റർവ്യൂ കാണാനിടയായി. RJ ഗദ്ദാഫിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഗോൾഗി ബോഡിയെ എന്തോ ഒരു പേരെന്തോ പറയുന്നുണ്ടായിരുന്നു, ഗോൾഗോയോ എന്തോ ഒരു വേശ്യാവൃത്തി നടത്തുന്ന ഒരു പുരുഷനെ കൊണ്ട് ഇരുത്തി പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂ എടുത്തേക്കുന്നത്. മുഖമൊക്കെ മൂടിയിട്ടാണ് ഇന്റർവ്യൂ എടുത്തേക്കുന്നത്. നമ്മൾ ഇന്ന് അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വകുപ്പിന്റെ ഇന്റർവ്യൂ കാണുന്നത്. പല വേറെ ടീംസിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ആണിന്റെ ഇങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നേരം ഞാൻ തന്നെ കുറച്ചു നേരം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. ഫോർ മീ ഈ പുരുഷന്മാര് വേശ്യാവൃത്തിക്ക് നടത്തുന്ന പരിപാടി ഇറ്റ്സ് ഓക്കെ, സ്ത്രീകൾ വേശ്യാവൃത്തിക്ക് നടത്തുന്നതും ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇവർ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇതിനെ ഭയങ്കരമായിട്ട് അങ്ങ് നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇതിൽ സൂചിക്കാറില്ല. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ആവശ്യക്കാര് മറ്റേ 10,000 നെല്ലുണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും വരുമല്ലോ എലിക്കുഞ്ഞുങ്ങൾ, അതുപോലെ പൊക്കോളും. ഇതിനെ മാർക്കറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇവരെ അങ്ങ് സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന് അങ്ങ് വലിയ സെലിബ്രിറ്റികളാക്കി ആഘോഷിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി പഴഞ്ചനായോണ്ടായിരിക്കും എനിക്ക് അതൊക്കെ അങ്ങോട്ട് അത്ര സൂചിക്കുന്നില്ല, ഉള്ള കാര്യം പറയാനില്ല. അപ്പം ഗദ്ദാഫിയുടെ ഇന്റർവ്യൂവിലോട്ട് വരാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂ ചെയ്യാനിരുന്ന പുള്ളിയുടെ ഐഡന്റിറ്റി ഒന്നും പുറത്തുവിടാതാണ് ആ ഒരു ഇന്റർവ്യൂ. നമുക്ക് അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലോട്ട് പോകാം ഗൈസ്. ഇതൊരു റോസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. വേറെ അതിന്റെ അപ്പുറത്തോട്ട് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭ്രാന്ത് പിടിക്കും. ഓക്കെ, വീഡിയോട്ട് പോവാം. ഇപ്പൊ ഞാൻ നാട്ടിലല്ല. ഇതാണ് നമ്മുടെ നടൻ, കഥാനായകൻ. പുറത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ. അപ്പൊ എന്തുകൊണ്ട് അപ്പോൾ വേറെ പല ഓപ്ഷൻസ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ മതി എന്നുള്ള തീരുമാനിക്കാനുള്ള പിന്നിലുള്ള ആക്ച്വലി ഞാൻ എന്നെ കുറിച്ച് പറയണം. എനിക്ക് അത്രയ്ക്കും ക്വാളിഫൈഡ് അല്ല ഞാൻ. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സ്ഥിരം ക്ലീശയാണല്ലോ ഇവിടെ. മുന്നേ കുടുംബ പ്രശ്നമാണോ? പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? പ്രശ്നങ്ങളുണ്ടെന്നും പറയാൻ നേരെ ഈ പരിപാടിക്ക് അങ്ങ് പോവാണോ? ചേട്ടാ, അങ്ങനെ നാട്ടിലുള്ള ആണുങ്ങൾ മൊത്തം ഈ പരിപാടിക്ക് പോകണമല്ലോ. ഞാനൊക്കെ എന്നേ പോകേണ്ട സമയം കഴിഞ്ഞു. പിന്നെ എനിക്കിത് ഈ പ്രൊഫഷനിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കുറേ പേര് അത് പറയണ ഇഷ്ടം കൊണ്ട് പോയതാ. അങ്ങനെ പറ, അങ്ങനെ ഇങ്ങനെ സത്യങ്ങൾ പറയൂ. അല്ലെങ്കിൽ മുതലാളി കള്ളം പറയുന്ന നമ്മൾ വിചാരിക്കൂലേ? ഇഷ്ടം ഉണ്ടായിട്ട് പോയി, അത്രേ മതി, അത് മതി. അതിന് വേറെ കുടുംബ പ്രശ്നമൊന്നും എടുത്തിട്ട് വേണ്ട കേട്ടോ. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പൊ ജോലിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. പിന്നെ അല്ല, ഇപ്പൊ ജോളിയായിട്ട് ജില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പരിപാടി നടത്തുന്നു, ക്യാഷ് മേടിക്കുന്നു, വീട്ടിൽ പോകുന്നു. ഞരമ്പന്മാരുടെ സ്വർഗതുല്യമായ ജീവിതത്തിലൂടെയാണ് ബ്രോ ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ മിക്കവാറും കുറെ ടീംസ് ഈ ഒരു മേഖലയിലോട്ട് ഉന്തിത്തള്ളി കയറി പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. കാര്യം ഇതിന്റെ സാധ്യതകളെ പറ്റി ആരും അങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നോട്ട് ദ പോയിന്റ്. എന്താണെങ്കിലും ഒരു കുത്തഴുക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്നു. സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത് വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ. അപ്പോൾ എൻകൗണ്ടറാ? ഇതെന്താണ്, വല്ല വെടിവെപ്പും? വെടിവെപ്പാണല്ലോ ഒരു തെറ്റ് നോക്കുക. ബാക്കി പറ. അതുകൊണ്ടായിരിക്കും എൻകൗണ്ടർ എന്നൊക്കെ പറയുന്നത്. ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, യെസ്, കേരളത്തിലും തമിഴ്നാട്ടിലും സെലിബ്രിറ്റി വെടിവെപ്പുകൾ, എൻകൗണ്ടേഴ്സ് നടക്കുന്നുണ്ട് ഗൈസ്. എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്? എങ്ങനെ? അതിൻ്റെ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക് വെബ്സൈറ്റ്. ഹൈടെക് അങ്ങനെ കുറേ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ കോൺടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇവിടെ ഒരു സെലിബ്രിറ്റിയുടെ ഒക്കെ ഒരു മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് കാതോർത്തൊക്കെ നിൽക്കുക. ഇത് ഇപ്പൊ സെലിബ്രിറ്റി അങ്ങോട്ട് പോയി കയറുന്നത്, അതും പരിപാടി ചോദിച്ചോണ്ട്. ആണ്ടവാ, ഇതൊക്കെയാണ് ജീവിതം ഇല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും, ഒരു ദിവസം എൻ്റെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാമോ, നമുക്ക് എവിടെയെങ്കിലും ഷോപ്പിംഗ് പോകാമോ, അല്ലെങ്കിൽ ഒരു പിക്നിക് പോലെ പോകാമോ, ഒരു ദിവസം നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ
അപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സെലിബ്രിറ്റീസിന്റെ കൂടെ നടക്കുന്ന എല്ലാ ക്യാമറാമാൻ അല്ല. സെലിബ്രിറ്റീസിന്റെ കൂടെ നടക്കുന്ന എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. അതാകുമ്പോൾ ആരും സംശയിക്കത്തില്ല. കൊള്ളാം. നമ്മുടെ മാങ്ങാണ്ടിക്ക് ഈ മേഖലയിലോട്ടൊന്ന് ഇറങ്ങിക്കൂടി, അവന് നല്ല ഒരു ഭാവി ഞാൻ ഇതിൽ കാണുന്നു. അതാകുമ്പോൾ മാങ്ങാണ്ടിയുടെ കടിയും തീരും, പൈസയും കിട്ടും, എല്ലാം കിട്ടും. അവന് രാഷ്ട്രീയമൊന്നും പറ്റത്തില്ല, അവൻ ഈ മേഖലയാണ് പറ്റുന്നത്. നിനക്ക് പറ്റിയ മേഖലയാടാ മോനെ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും കേട്ടോ. എങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാണ്? അതാണ് അറിയേണ്ടത്, എല്ലാവർക്കും അതാണ് അറിയേണ്ടത്. പറ. ആ റേറ്റ് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണെങ്കിൽ അതിനു മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50 അങ്ങനെയാണ് റേറ്റ് പെർ ഡേ. മാന്യന്മാരാ, പാവങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും പണക്കാരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസയും. എന്നാലും പെർ ഡേ ഒരു 15,000 തൊട്ട് 50,000 രൂപ വരെ കിട്ടുമെന്ന്. വേറെ ഏത് പണിക്ക് പോയാൽ കിട്ടുമടി ഇത്? 15 to 20K ഒക്കെ തരാൻ ഇവിടെ ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾ എപ്പോഴും കുറച്ച് റിച്ചഡ് ആയ ഒരു വില്ലിംഗ് ആയിട്ട് ആൾക്കാരുണ്ട്. പിന്നെ നോർമലി 15 to 25 നോർമലി അങ്ങനെ തരുന്നവരും കുറേ ഉണ്ട് ഇവിടെയൊക്കെ. ഓക്കെ. അപ്പോൾ ഒരു മാസത്തിൽ അപ്പോൾ നിങ്ങൾ എത്ര ക്ലയൻസിനെ വരെ കാണാറുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ ഒരു 2 അല്ലെങ്കിൽ 3, ചില സമയത്ത് 5 ഉണ്ടാവും. ഏതായാലും 2 അധികം ഉണ്ടാവും. 2, 3, 5 മേളിൽ പോയിട്ടില്ല, 2 താഴെയും വന്നിട്ടില്ല. അപ്പൊ മാസം മാക്സിമം ഒരു 5 ദിവസം വർക്ക് ചെയ്താൽ മതിയടേ. ആലോചിച്ച് നോക്ക്. ചുമ്മാ അതാണ് ഇതിനകത്തോട്ട് ആളുകൾ കുത്തൊഴുകി പോയി കഴിഞ്ഞാലും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടാ. ഇവിടെ തേരാപ്പാര തെണ്ടിപ്പറക്കി നടന്നാലും ഒരുത്തിന് പണിയും ഇല്ല, ഒരു മാങ്ങാണ്ടിയും ഇല്ല. 5 ദിവസം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൈ നിറയെ പൈസ. 2 years above ആയി. ഏകദേശം ഒരു ബോഡി കൗണ്ട് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എത്ര പേര് വരെ ബോഡി കൗണ്ട് പോയിട്ടുണ്ടായിരിക്കും? ബോഡി കൗണ്ട് ആൾമോസ്റ്റ് ഒരു 60-70. ചിലർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ ഒരു 3-4 മാസത്തിൽ ഒരു വട്ടം. എൻ്റെ അറിവിൽ ഒരു 60-70 പേര് ഉണ്ടാവും. 60-70 ബോഡി കൗണ്ട്. ബോഡി കൗണ്ട് എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അവൻ വെടിവെച്ച് കൊന്ന ആളുകളുടെ കണക്ക്, അതാണ് ബോഡി കൗണ്ട്. ഓക്കെ. ഇതിപ്പോൾ സെക്സ് ചെയ്ത് മടുക്കില്ലേ? അതായത് മടുപ്പ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരാറുണ്ടോ? അതിപ്പോൾ നോർമലി ചെയ്യുന്നവരാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മളൊരു പ്രൊഫഷണൽ പോലെ കാണുമ്പോൾ നമുക്ക് കാശല്ലേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ഇഷ്ടമില്ലാതെ എനിക്ക് ഇല്ല. അതായത് എനിക്ക് എന്തിനു തോന്നണം? അതിന്റെ ആവശ്യം എന്താണ്? പട്ടിയുടെ കടിയും പശുവിന്റെ വിശപ്പും പിന്നെ കാശും കിട്ടും. അപ്പൊ പിന്നെ മടുക്കേണ്ട ആവശ്യകത ഇല്ലല്ലോ. വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയായിരിക്കും അല്ലേ? വേറെ ഏത് ജോലി ഇത്രയും ആസ്വദിച്ച് ചെയ്യാൻ പറ്റും? അപ്പൊ പിന്നെ മടുക്കത്തില്ല, സ്വാഭാവികം. ഈ ഫാമിലിയിലേക്ക് ഇത് എങ്ങനെയാണ് റിവീൽ ചെയ്തിട്ടുണ്ടോ ഇത്? അല്ലെങ്കിൽ ഇത് വളരെ സ്വകാര്യമായിട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇല്ല. അങ്ങനെ ഒരു എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിനാരിയോ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലിയിൽ അറിഞ്ഞെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊരു ഐഡിയ ഉണ്ട്. അതുവഴി ചെയ്യാം, വരുന്ന പോലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പം ഈ മേഖലയിലോട്ട് കിടക്കാൻ പോകുന്ന യുവാക്കളുണ്ടെങ്കിൽ ആദ്യം ഫാമിലിയെ പറഞ്ഞ് സെറ്റാക്കുക. ഓക്കെ. അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ഷോക്കായിരിക്കും. മോൻ പടന്ന് പന്തലിച്ചെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക്. നമ്മുടെ രശ്മി ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് ഭർത്താവായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവരുടെ ക്യാമറാമാൻ എന്ന്. ഉള്ളതാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അവർ പിന്നെ ഭയങ്കര ഫാമിലി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ചേച്ചിയും വളർന്നു, ഫാമിലിയും വളർന്നു. ഫാമിലി വളർന്നതനുസരിച്ച് വീട് വളർന്നു, കാറിൻ്റെ എണ്ണം കൂടി. പിന്നെ അങ്ങനെ അറിയാമല്ലോ. ഇപ്പോൾ ചരിത്രമായിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ളത്. അതാ പറഞ്ഞു, ആദ്യം ഫാമിലിയെ പറഞ്ഞ് സെറ്റാക്കണം കേട്ടോ. നാണവും മാനം ഇല്ലാത്ത ഫാമിലിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നാണവും മാനം ഉള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ ചവിട്ടി വെളികള്. പ്രോസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഗദ്ദാഫിയുടെ സൗണ്ടൊക്കെ ഇടർന്ന് എന്താ അറിയത്തില്ല. വല്ല വശമില്ലല്ലോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ, അതുകൊണ്ടായിരിക്കും. പ്രോസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ പോണിലും അഭിനയിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരുന്നല്ലോ. രമനാഥന് അതും വശമുണ്ടല്ലേ? ഫോണും ഉണ്ട്. ഇത് മാത്രമല്ല, എങ്ങനെ പോണിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്? അതെങ്ങനെയാണ് അതിന്റെ ബിഗിനിങ്? എങ്ങനെയാ? സ്റ്റാർട്ടിങ്ങിൽ ഫോണിലേക്ക് ആയിരുന്നു, ഫസ്റ്റ് ഫോണിലായിരുന്നു. വെറുതെ കിടക്കല്ലട്ടാ, അത്ര സിമ്പിൾ അല്ലട്ടാ. ഫോണിലിട്ടാ അഭിനയിക്കണം, കഴിവ് തെളിയിക്കണം, എന്നാലും പരിപാടി നടക്കത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പോൺ വീഡിയോ കണ്ടിട്ടാണ് കുറെ പേര് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അതാ നേരത്തെ പറഞ്ഞത്, വെറുതെ പരിപാടി നടക്കൂല. കഴിവ് തെളിയിച്ച കഴിവ് ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കഴിവിനനുസരിച്ചിട്ട് ആളുകൾ വിളിക്കത്തുള്ളൂ. വെറുതെ നടക്കൂല, ഭയങ്കര പരിപാടിയാണ്. അപ്പൊ ഞാൻ അവരുടെ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു, നിങ്ങളെ അറിയാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ കോണ്ടാക്ട് ചെയ്തത്. എങ്ങനെയാ അപ്പൊ ഫോൺ സ്റ്റാർട്ട്
ചെയ്തത് എങ്ങനെയാ? ആക്ച്വലി ഞാൻ അതിന്റെ ഫസ്റ്റ് തുടക്കം എങ്ങനെയാ? ഒരു കമ്പനിക്ക് ഞാൻ മോഡലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്നറുടെ തിരുപ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ മോഡലിംഗ് ജട്ടി പരസ്യത്തിൽ. അപ്പം നോട്ട് ദ പോയിന്റ്, യുവാക്കളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ഒരു ജട്ടി കമ്പനി കണ്ടെത്തുക, അതിൻ്റെ മോഡലാകുക. കോവാലൻ ജട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ജട്ടി കമ്പനിയുടെ മോഡലാകുക. എന്നിട്ട് ആ ജട്ടിയെ പിടിച്ച് പോണിലോട്ട് കയറുക, പോണ് വഴി ഈ ഒരു മേഖലയിലോട്ട് കടക്കുക. മനസ്സിലായോ? അങ്ങനെ വെറുതെ ഒന്നങ്ങ് പെട്ടെന്ന് ചെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലമല്ല. ജട്ടി കമ്പനി ത്രൂ ആണ്. അന്നേരം ജട്ടി കമ്പനി മസ്റ്റ്. ഓക്കെ, കണ്ടിട്ടാണ് അങ്ങനെ ചില കമ്പനിക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്ത് അവർ വഴി അങ്ങനെ പോയതാണ് ഞാൻ. ഓക്കെ. അപ്പോൾ ഈ പോണിൽ അഭിനയിക്കുന്ന സമയത്ത് എന്തായാലും അത് എന്തായാലും ആളുകളിലേക്ക് സർക്കുലേറ്റ് ആവും എന്നൊക്കെ ഉള്ളത് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ സർക്കുലേറ്റ് ആവുന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നില്ല? ഇത് നമ്മൾക്കറിയാവുന്ന പരിചയമുള്ള ആളുകളിലേക്ക് ഇതെത്തും, ആളുകൾ തിരിച്ചറിയും അത്? പിന്നെ ഇല്ല സാർ, എനിക്ക് അങ്ങനത്തെ പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ ഫാമിലി അറിഞ്ഞ റിയാക്ട് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഞാൻ കുറച്ച് പൊളിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ഫാമിലിയുടെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, പുറത്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ ഫാമിലിനെ കുറിച്ച് ആലോചിച്ചില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്ത ഫ്രണ്ടിനെയൊക്കെ ഞാൻ സേവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ എന്ത് ഇഷ്യൂ വന്നാലും ഓക്കെ, അവരെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞു. സ്വന്തം സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ശരീരം വിൽക്കാൻ ഇറങ്ങിയ യുവാവിൻ്റെ കഥ. ഇതുപോലൊരു നൻപനെ ഇവിടെ കിട്ടുവാടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ആരെങ്കിലും ചെയ്യൂടെ? സമ്മതിക്കണം കേട്ടാ. എന്താണെങ്കിലും ഈ പരിപാടിക്ക് ഇറങ്ങിയതിന് ശേഷം ഈ സുഹൃത്തുക്കൾ തന്നെ ഇവനെ കളഞ്ഞിട്ട് പോയെന്നാണ് തോന്നുന്നത് കേട്ടാ. അത് പിന്നെ അങ്ങനെയല്ലേ വരുത്തോളൂ. പക്ഷെ ഇവിടെ എൻ്റെ അറിവിൽ കേരളത്തിൽ കുറേ പേരുണ്ട്, പക്ഷെ ആരും മുഖം കാണിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്, കേരളത്തിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ മുഖം കാണിച്ച് അഭിനയിച്ചത് ഫസ്റ്റ് ഞാനെന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടൻ ഒരു കില്ലാടിയാണ്. ഈ ഇന്റർവ്യൂ കൂടെ മുഖം കാണിച്ചൊക്കെ വിൽക്കായിരുന്നു. എനിക്കൊന്ന് വെദ്ദാഫി പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മാസ്ക് ഒക്കെ ഇടിയിപ്പിച്ചത്. അല്ലെങ്കിൽ പുള്ളി വില്ലിങ് ആയിരുന്നു തോന്നുന്നു മുഖം കാണിക്കാൻ വേണ്ടി. ചേട്ടൻ കില്ലാടിയടേ. ജിഗോളയായിട്ട് പോകുന്ന സമയത്തെ ജിഗോള ഇതായിരുന്നു. ഈ ഒരു കോളെ പറ്റി ഞാൻ ഇപ്പോഴാ കേൾക്കുന്നത് കേട്ടു. ഇങ്ങനൊരു വകുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ജിഗോള കൊള്ളാമായിരുന്നല്ലേ. യൂഷ്വലി ഏജിൽ നിന്നാണ് കൂടുതലും എൻക്വയറീസ് വരുന്നത്? ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. കേട്ടല്ലോ, 25 വയസ്സൊക്കെ ഉള്ള പിള്ളേർ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളി കയറി അങ്ങോട്ട് പോകണ്ട. 40 മുകളിലുള്ള ആളുകളാണ് കൂടുതലും വിളിക്കുന്നത്. ഓക്കെ, അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വലിയ പാടായിരിക്കും. അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി കേട്ടോ. അരിയും പിണ്ണാക്ക് പറയാൻ അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കരിമ്പൻ ജ്യൂസിന്റെ മെഷീൻ അറിയാവും, അതിൻ്റെ ഇടയിൽപ്പെട്ട പോലെ ആയിപ്പോവും, പിഴിഞ്ഞെടുത്ത് കളയും. പിന്നെ നിന്നെയൊക്കെ ഒന്നിനും കൊള്ളാത്ത പോലെ ആയിക്കളയും. ഇപ്പൊ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെന്ന് കയറി കൊടുക്കുക, എനിക്കത് പറയാനുള്ളൂ. ചില സമയത്ത് ഫാമിലിയായിട്ട് വിളിക്കും ചില ഗ്രൂപ്പ്. അവരെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നീ ഞങ്ങളുടെ കൂടെ പോരണം എന്ന് പറയും. സ്റ്റാർട്ടിങ്ങിൽ അത് ഒരുമാതിരി ഫീലായി, ഇതെന്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് പോകുമ്പോൾ എൻക്വയറീസ് കുറെ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസാണ് കൂടുതൽ വിളിക്കാറുള്ളത്. അതിപ്പോ എന്തോ ഒരു ഫാഷൻ പോലെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ഫാമിലീസ് വിളിക്കും. ഇതെന്താണ് വല്ല കുടുംബ വിളക്ക് സീരിയൽ കാണാൻ വിളിക്കുന്നതാണ്? മറ്റേ പരിപാടിക്ക് എന്നല്ലേ വിളിക്കണേ? എന്തൊക്കെയാ നടക്കുന്നതിലൂടെ? ഇതെങ്ങോട്ടൊക്കെയാ ആയി പോണേ? കാലം പോയ പോക്കേ. പണ്ടൊക്കെ ഭാര്യ അറിയാതെ ഭർത്താക്കന്മാർ ഇതുപോലെ കള്ളവടി വെക്കാനൊക്കെ പോകും. ഇപ്പൊ കുടുംബസമേതം വാടാ മോനെന്നും പറഞ്ഞ് അകത്തോട്ട് വിളിച്ച് കയറ്റുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ. നമ്മളൊക്കെ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവേണ്ടിയിരിക്കുന്നു. ഒരു മാസം ഏകദേശം എത്ര വരെ ഏൺ ചെയ്യാൻ പറ്റും? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. എത്ര കിട്ടും പറ? ഒരു 2 lakhs വരെ കിട്ടും. 2 ലക്ഷം. 5 ദിവസമൊക്കെ പണിയെടുത്താൽ മതി, 2 ലക്ഷം കിട്ടും. എത്രയും പെട്ടെന്ന് ഒരു ജട്ടി കമ്പനി കണ്ടെത്തി അതിനകത്ത് ഹീറോ ആവാൻ ശ്രമിക്കണം, എന്നാൽ ഈ പരിപാടി നടക്കത്തുള്ളൂ. ഈ 2 lakhs ഏർണിങ്സ് കൊണ്ട് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഐ മീൻ ഇമോഷണലി ഞാൻ ഹാപ്പി അല്ല. അതായത് പുറത്ത് എല്ലാവരുടെയും മുമ്പിലൊക്കെ ഹാപ്പിയാണ് അങ്ങനെ പറയും. ബട്ട് ഇമോഷണലി എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഹാപ്പി എന്ന് അറിഞ്ഞിട്ട് ബേസിക്കലി പുള്ളി അത്ര ഹാപ്പി അല്ല ഇമോഷണലി, ബട്ട് ഫിനാൻഷ്യലി ഹാപ്പി ആയിരിക്കുമല്ലോ ഓഫ് കോഴ്സ്. അത് പുള്ളിക്കാരന് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് പുള്ളി ഹാപ്പി അല്ലെന്നൊക്കെ പറയുന്നത്. ആൻഡ് എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം. ജോക്സ് എ പാർട്ട്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്ത്. അത് വെറുതെ ചുമ്മാ എന്തെങ്കിലും ആയതോന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു കാര്യം ഒരു തരത്തിലും മാതൃകയാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. വൺസിനകത്തൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചോരത്തളപ്പിന്റെ പേരിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ആ ചീത്തപ്പേര് പിന്നെ മാറില്ല. ക്യാഷ് കൂടും, മാനം കുറയും. അതാണ് ഇതിൻ്റെ ഒരു ഫോർമുല. കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള പോൺ പരിപാടികൾ ചെയ്തിട്ട് സെലിബ്രിറ്റികളായ പല ആളുകളും പിന്നീട് മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പോണിനകത്തു നിന്ന് തന്നെ ഉണ്ടാക്കിയ പൈസ എടുത്ത് എറിഞ്ഞ്
ചാരിറ്റി നടത്തി മാനം തിരിച്ചു കൊണ്ടുവരുന്ന പല പരിപാടികളും നമ്മൾ കാണാറുണ്ട്. ഈ സണ്ണി ലിയോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് ആ ഒരു കാര്യം തന്നെയാണ്. അവരൊരു നാള് തിളങ്ങി നിന്ന വ്യക്തിയാണ്. അവർക്കൊരു ലുക്കും കാര്യം വർക്കും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ ഇത്ര തിളങ്ങി നിന്നത്. എല്ലാവരും ആ ലെവലിലോട്ടൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെ മാനം പോയി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പോയ മാനം തിരിച്ചു കിട്ടണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് അവർ കുറേ ചാരിറ്റി ഒക്കെ ചെയ്ത് തിരിച്ചു പോയ പണ്ട് പോയ മാനം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. വേറെ കാര്യം, എല്ലാവരും സണ്ണി ലിയോണോ അല്ലെങ്കിൽ ജോണി സിൻസോ ഒന്നും ആവത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തുണ്ടുപടത്തിലെ നടൻ തന്നെ, മനസ്സിലായോ? ആ ഒരു വിലയെ കിട്ടത്തുള്ളൂ. പിന്നെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നുമുള്ള അവഗണന, HIV ഇല്ലെങ്കിലും ആളുകൾ HIV പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവരെയൊക്കെ കാണുന്നത് തന്നെ. ഈ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്, ഓരോ ക്ലയന്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴും ഒരു ബ്ലഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട്, ബ്ലഡ് ചെക്ക് ചെയ്ത സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവർ എല്ലാ മാസവും ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട്. സോ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ആളുകൾക്ക് കുടുംബജീവിതം തന്നെ ഉണ്ടോ സംശയമാണ്. ഒരു നല്ല പെണ്ണിനെ പോലും കിട്ടുമോ സംശയമാണ്. ഇനിയിപ്പോൾ ഫാമിലി ലൈഫ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ആ കുട്ടികളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്, വളരെ പരിതാപകരമായിരിക്കും. ആ പിള്ളേരുടെ മുഖത്ത് നോക്കി പലരും പറയുന്നില്ലെങ്കിലും ചിലപ്പോൾ ഉള്ളി പറയും, അവിടെ മോള എന്നുള്ള രീതി. പിന്നെ മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള പരിപാടികൾ നോർമലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുക, അതൊന്നും എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വളരെ രഹസ്യമായിട്ട് നടക്കുന്നോട്ട് വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, ആളുകളെ ട്രാപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരാത്ത രീതിയിൽ, ഈ ഒരു സംഭവത്തിനകത്തോട്ട് മാത്രം താല്പര്യം പെടുന്നവന്മാർ പെട്ടോട്ടെ. അല്ലാതെ ഇതൊരു ഹ്യൂമൻ ട്രാഫിക് പോലെ ചെയ്യുന്ന പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈംഗിക ദാരിദ്ര്യമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള നാടാണ് നമ്മുടെ. അങ്ങനെയുള്ള ടീംസിന്റെ കടി ഇങ്ങനെയൊക്കെ തീരുന്നെങ്കിൽ തീരട്ടെ, അതല്ലേ നല്ലത്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് അഗൈൻ പറയുന്നു, ഒരിക്കലും മാതൃകയാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു രീതിയിൽ നമുക്ക് ഇതിനെ നോർമലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല, വേറെ വീഡിയോ തരാം. ശരി, ബൈ.